സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യയിലെ മാനസികാരോഗ്യ സംരക്ഷണ രംഗത്ത് ഈയിടെ വന്ന ഒരു പ്രധാന മാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ. കേന്ദ്ര മാനസികാരോഗ്യ അതോറിറ്റി ഒരു പുതിയ വിജ്ഞാപനം, ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. 2025 ഓഗസ്റ്റ് 12-നാണ് ഇത് വന്നത്. ശരിയാണോ? രാജ്യത്തെ മാനസികാരോഗ്യ സ്ഥാപനങ്ങളെ എങ്ങനെ തരംതിരിക്കണം, അവരുടെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു രേഖയാണിത്. അപ്പോൾ ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇത് നിങ്ങളെ, അതായത് സേവനം ആവശ്യമുള്ള ഒരാളെ എങ്ങനെ ഭാവിച്ചേക്കാമെന്നും നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. തീർച്ചയായും. ഇത് ശരിക്കും പറഞ്ഞാൽ 2020 മാനസികാരോഗ്യ സംരക്ഷണ ചട്ടങ്ങളിലേക്ക് ഒരു പുതിയ അധ്യായം, ചാപ്റ്റർ 7 ചേർത്തുകൊണ്ടാണ് വരുന്നത്. ഓക്കെ. പ്രധാന ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഈ മാനസികാരോഗ്യ സ്ഥാപനങ്ങൾക്ക് രാജ്യത്തുടനീളം ഒരു കൃത്യമായ ഘടന കൊടുക്കുക എന്നതാണ്. ഒരു ഓർഗനൈസേഷൻ പോലെ. അതെ. കാരണം പലതരം സ്ഥാപനങ്ങളുണ്ടല്ലോ. അപ്പോൾ എവിടെ എന്ത് കിട്ടും എന്നതിലൊരു കൺഫ്യൂഷൻ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിനൊരു വ്യക്തത വരുത്താനാണ് ശ്രമിക്കുന്നത്. ശരിയാണ്. അപ്പോൾ ഈ പുതിയ ഭേദഗതി അനുസരിച്ച് സ്ഥാപനങ്ങളെ 5 പ്രധാന കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ടല്ലേ? എ മുതൽ ഇ വരെ. അതെ, 5 കാറ്റഗറികൾ. നമുക്ക് ഓരോന്നായിട്ടൊന്ന് വേഗം നോക്കാം. എന്താണ് ഈ കാറ്റഗറി എ? കാറ്റഗറി എ എന്ന് പറഞ്ഞാൽ, അതായത് പൂർണ്ണമായും മാനസികാരോഗ്യ ചികിത്സയ്ക്ക് മാത്രമുള്ള സ്ഥാപനങ്ങൾ. ഓക്കെ. ഇവയ്ക്ക് മറ്റാശുപത്രികളുമായിട്ടൊരു ബന്ധമുണ്ടാവില്ല. ഒരു സ്വയംഭരണാധികാരമുള്ള വലിയ സ്ഥാപനങ്ങൾ. ഉദാഹരണത്തിന് ഈ ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് സെന്ററുകൾ, വലിയ പ്രൈവറ്റ് സൈക്യാട്രിക് ഹോസ്പിറ്റലുകൾ, ചില നഴ്സിംഗ് ഹോമുകൾ, അതൊക്കെ ഇതിൽപ്പെടും. അപ്പോൾ അവിടെ ദീർഘകാല ചികിത്സയൊക്കെ കിട്ടുമോ? കിട്ടും. ദീർഘകാല ചികിത്സ, പിന്നെ ഈ ലഹരി ഉപയോഗം സംബന്ധിച്ച പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ, അങ്ങനെ കുറച്ചുകൂടി വിപുലമായ സേവനങ്ങൾ അവിടെ ഉണ്ടാകും. മനസ്സിലായി. അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് സെന്റർ പോലെ. അതെ, അത് തന്നെ. അപ്പൊ ഈ സാധാരണ ആശുപത്രികളുടെ ഭാഗമായുള്ള സൈക്യാട്രി യൂണിറ്റുകൾ, അതെ, അതാണോ ഈ അടുത്ത കാറ്റഗറികൾ ബിയും സിയും? അതെ. എന്താണ് ഇവ തമ്മിലുള്ള ഒരു വ്യത്യാസം? നല്ല ചോദ്യമാണ്. കാറ്റഗറി ബി എന്ന് പറയുന്നത് പ്രധാനമായും മെഡിക്കൽ കോളേജുകളിലെ സൈക്യാട്രി വിഭാഗങ്ങളാണ്. ഓക്കെ, മെഡിക്കൽ കോളേജുകൾ. അതെ. അപ്പോൾ അവിടെ ചികിത്സ മാത്രമല്ല, കൂടെ പഠനത്തിനും ഗവേഷണത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ശരി. അപ്പോൾ കുറച്ചുകൂടി സങ്കീർണമായ കേസുകൾ, പുതിയ ചികിത്സാ രീതികൾ, അതൊക്കെ അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇനി കാറ്റഗറി സി. കാറ്റഗറി സി സാധാരണ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളില്ലേ, അവിടുത്തെ സൈക്യാട്രി വാർഡുകളാണ്. സാധാരണ ഹോസ്പിറ്റലുകൾ. അതെ. അപ്പം മറ്റ് ശരീരത്തിനുള്ള അസുഖങ്ങളോടൊപ്പം മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അങ്ങനെയുള്ളിടത്ത് ചികിത്സ തേടാം. പ്രധാനമായും ഹ്രസ്വകാല, ഇടക്കാല ചികിത്സകളാണ് അവിടെ ഉണ്ടാവുക. വേണമെങ്കിൽ കാറ്റഗറി സി ഒരു ഓപ്ഷനാണ്. അതെ. ഇനി വരുന്നത് കാറ്റഗറി ഡി. ഇത് ലഹരി വിമോചന കേന്ദ്രങ്ങളല്ലേ? അതെ. കാറ്റഗറി ഡി പൂർണ്ണമായും ലഹരി ഉപയോഗം മൂലമുള്ള പ്രശ്നങ്ങൾക്ക് മാത്രമുള്ള ചികിത്സാ കേന്ദ്രങ്ങളാണ്. ഡി അഡിക്ഷൻ സെന്ററുകൾ. ഇവയ്ക്ക് മറ്റ് ആശുപത്രികളുമായി ബന്ധം വേണമെന്നുണ്ടോ? വേണമെന്നില്ല. ഇവ സ്വതന്ത്രമായും പ്രവർത്തിക്കാം. ചിലപ്പോൾ ആശുപത്രിയുടെ ഭാഗമായും ഉണ്ടാവാം. ഇവിടെ ഹ്രസ്വകാല ഡീടോക്സിഫിക്കേഷൻ മുതൽ ദീർഘകാല പുനരധിവാസം വരെയുള്ള പലതരം സേവനങ്ങളും കിട്ടും. ഓക്കെ. ഇതിനെ ഇങ്ങനെ പ്രത്യേകം വേർതിരിക്കുന്നതെന്തിനാണ്? ഈ ലഹരി ചികിത്സയ്ക്ക് അതിൻ്റേതായ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അതുകൊണ്ട് അതിനെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു. ശരി. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് കാറ്റഗറി ഇ, മാനസിക സാമൂഹിക പുനരധിവാസ കേന്ദ്രങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാറ്റഗറി ഇ എന്താണ് ഇതിന്റെ ആവശ്യം? തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് വരാൻ ഒരുപാട് സഹായം വേണ്ടിവരും. ശരിയാണ്. അങ്ങനെയുള്ളവരെ സഹായിക്കുന്ന കേന്ദ്രങ്ങളാണിവ. ദീർഘകാല താമസം, ഒരു ദൈനംദിന ജീവിതത്തിനുള്ള പരിശീലനം, സോഷ്യൽ സ്കിൽസ് ട്രെയിനിംഗ്, തൊഴിൽ പരിശീലനം, ഇതൊക്കെ അവിടെ കിട്ടും. ഈ ഹാഫ് വേ ഹോമുകളൊക്കെ ഇതിൽ വരുമോ? അതെ. ഹാഫ് വേ ഹോമുകൾ, ക്വാർട്ടർ വേ ഹോമുകൾ പോലുള്ളവയൊക്കെ കാറ്റഗറി ഇയുടെ ഉദാഹരണങ്ങളാണ്. രോഗം മാറിയ ശേഷം ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഇത്തരം സ്ഥലങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ്. ഓക്കെ. അപ്പോൾ ഈ 5 തരംതിരിവുകൾ നിലവിൽ വന്നു. നല്ല കാര്യം. പക്ഷേ ഇതെങ്ങനെയാണ് പ്രായോഗിക തലത്തിൽ ഉറപ്പാക്കുന്നത്? ഈ സ്ഥാപനങ്ങൾ ഈ പറയുന്ന സേവനങ്ങളൊക്കെ നൽകുന്നുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ വിജ്ഞാപനമനുസരിച്ച് 2017 മാനസികാരോഗ്യ സംരക്ഷണ നിയമം, അതിലെ സെക്ഷൻ 65 പ്രകാരം ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ കാറ്റഗറിയിലുള്ള സ്ഥാപനങ്ങളും, എല്ലാ 5ഉം, അതെ, എല്ലാം അവരവരുടെ സ്റ്റേറ്റിലെ മാനസികാരോഗ്യ അതോറിറ്റിയിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അതെ.
നിർബന്ധമാണ്. അപ്പോ ഈ രജിസ്ട്രേഷൻ സമയത്ത് അവിടുത്തെ സൗകര്യങ്ങൾ, സ്റ്റാഫിന്റെ യോഗ്യത, നൽകുന്ന സേവനങ്ങളുടെ നിലവാരം ഇതൊക്കെ അതോറിറ്റിക്ക് പരിശോധിക്കാൻ പറ്റും. അതൊരു നല്ല കാര്യമാണ്. ഒരു ക്വാളിറ്റി കൺട്രോൾ പോലെ. ശരിയാണ്. ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉറപ്പാക്കാനും രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇത് സഹായിക്കും. പക്ഷേ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ചെറിയ സ്ഥാപനങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ നടപടികളൊക്കെ ഒരു അധിക ഭാരമായി മാറുമോ എന്നൊരു ആശങ്കയും ചിലർ പങ്കുവെക്കുന്നുണ്ട്. അത് ശരിയാണ്. അത് നോക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ചികിത്സ തേടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം എങ്ങനെയാണ് ഉപകാരപ്പെടുക? എന്താണ് ഇതിലെ പ്രധാന ഗുണം? പ്രധാനമായും നിങ്ങൾക്ക് എവിടെ പോയാൽ എന്ത് തരത്തിലുള്ള സേവനം കിട്ടുമെന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത കിട്ടും. അത് നല്ലതാണ്. സേവനങ്ങളെ ഒന്ന് ഘടനാപരമാക്കുന്നു. തീർച്ചയായും ഈ ഘടനാ രൂപീകരണം ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പ് തന്നെയാണ്. നിയമപരമായി കാര്യങ്ങളെ ഒന്ന് ക്രമീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അതായത് ഈ നിയമപരമായ വർഗീകരണം, ഈ പേപ്പറിലുള്ള കാര്യങ്ങൾ, ഇത് യഥാർത്ഥത്തിൽ താഴെത്തട്ടിൽ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഈ ഗ്രാമപ്രദേശങ്ങളിലും ചെറിയ പട്ടണങ്ങളിലുമൊക്കെ, അവിടെയൊക്കെ മാനസികാരോഗ്യ സേവനങ്ങളുടെ ലഭ്യതയിലും ഗുണനിലവാരത്തിലും ശരിക്കും എത്രത്തോളം മാറ്റം കൊണ്ടുവരും? ഈ ഘടന താഴെത്തട്ടിൽ അനുഭവിക്കാൻ പറ്റുമോ? അതൊരു വലിയ ചോദ്യമാണ്. അതെ. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് തുടർന്നും ആലോചിക്കാവുന്ന അല്ലെങ്കിൽ കൂടുതൽ അന്വേഷിക്കാവുന്ന ഒരു കാര്യമാണ്.